വെൽക്കം ബാക്ക്. പോലീസ് ജയിലിൽ തുടരുന്നു. തലസ്ഥാനത്ത് വീണ്ടും തലപൊക്കുന്ന ഗുണ്ടാ സംഘങ്ങൾ. DJ പാർട്ടിക്കിടയിലുണ്ടായ സംഘർഷത്തിൽ അറസ്റ്റിലായ കുപ്രസിദ്ധ ഗുണ്ട ഓം പ്രകാശിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. ഓം പ്രകാശിനെ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് പോലീസിന് നീക്കം. ഒരു ഇടവേളയ്ക്ക് ശേഷം തലസ്ഥാനത്ത് വീണ്ടും ഉടലെടുത്ത ഗുണ്ടാ കുടുപ്പയുടെ തുടർച്ചയാണോ ബാറിലുണ്ടായ സംഘർഷമെന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. അപ്രാണി കൃഷ്ണകുമാർ കേസിൽ ഓം പ്രകാശിനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചതോടെയാണ് തലസ്ഥാനത്തെ ഗുണ്ടാ ഏറ്റുമുട്ടലിന് ഒരു പരിധിവരെ അറുതിയായത്. ഓം പ്രകാശിന്റെ അസാന്നിധ്യത്തിൽ അതുവരെ പതുങ്ങി നിന്നവർ പതുക്കെ സ്വന്തം സംഘങ്ങളെ വളർത്തി. അങ്ങനെയാണ് കുപ്രസിദ്ധ ഗുണ്ട എയർപോർട്ട് സാജനും മകൻ ഡാനിയും വളർന്നത്. നഗരത്തിലെ ഹോട്ടലുകളിൽ DJ പാർട്ടി സംഘടിപ്പിക്കുന്ന ഡാനി കുപ്രസിദ്ധി നേടിയത് സ്വന്തം സുഹൃത്തിനെ ഭീഷണിപ്പെടുത്തി കാലുപിടിപ്പിക്കുന്ന വീഡിയോയിലൂടെയാണ്. ഡാനിയുടെ സംഘം ഉപേക്ഷിച്ചതിനാണ് വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചത്. ഈ കേസ് ഒഴികെ ഡാനിക്കെതിരെ മറ്റു കേസുകളില്ല. അപ്രാണി കേസിൽ ഹൈക്കോടതി ശിക്ഷ റദ്ദാക്കിയതോടെ ഓം പ്രകാശ് വീണ്ടും കളത്തിലിറങ്ങി. പ്രധാന വരുമാന മാർഗം DJ പാർട്ടികളും റിയൽ എസ്റ്റേറ്റും. പരസ്യമായ കൊട്ടേഷൻ ഇടപാടുകൾ ഇല്ലായിരുന്നു. പാറ്റൂരിൽ കഴിഞ്ഞ വർഷം പക്ഷേ റിയൽ എസ്റ്റേറ്റ് വ്യവസായി നിതിനെ ഓം പ്രകാശിന്റെ സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചു. റിയൽ എസ്റ്റേറ്റ് ഇടപാടിലെ പണം പങ്കുവെക്കുന്നതിൽ ഓം പ്രകാശും നിതിനും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായി ഓം പ്രകാശിന്റെ സംഘത്തെ നിതിന്റെ കൂട്ടാളികൾ ആക്രമിക്കുകയും ഒളിവിൽ പോവുകയും ചെയ്തു. അക്രമി സംഘത്തിന് അന്ന് ഒളിത്താവളം ഒരുക്കിയതും സഹായിച്ചതും ഡാനിയായിരുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി എയർപോർട്ട് സാജന്റെ മകൻ ഡാനിയാണ് തലസ്ഥാനത്തെ DJ പാർട്ടികൾ നിയന്ത്രിക്കുന്നത്. DJ പാർട്ടികളുമായി ഓം പ്രകാശും തലസ്ഥാനത്ത് സജീവമാണ്. ഈഞ്ചക്കലിൽ ഡാനി നടത്തിയ DJ പാർട്ടിക്കിടെയാണ് ഓം പ്രകാശ് എത്തി സംഘർഷമുണ്ടാക്കിയത്. ഇത് ഏത് സാഹചര്യത്തിലെന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. പഴയ കുടിപ്പകയുടെ തുടർച്ചയാണോ ഇതെന്നാണ് അന്വേഷണം. 24 തിരുവനന്തപുരം.